ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന നല്ലൊരു വീഡിയോയുമായിട്ടാണ്. നമുക്ക് സ്ഥിരമായി ഉണ്ടാകുന്ന ഒച്ചയടപ്പ്, ചുമ, ഈ തൊണ്ട കുത്തിച്ചുമയൊക്കെ ഉണ്ടാകത്തില്ലേ പനിയൊക്കെ വരുമ്പോൾ, അതൊക്കെ പെട്ടെന്ന് മാറുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു ഒറ്റമൂലിയുടെ വീഡിയോയുമായിട്ടാണ്. അപ്പോൾ എല്ലാവരും ഇത് കാണുക, ഒരുപാട് ഉപകാരപ്പെടുന്നതാണ്. സ്കിപ്പ് ചെയ്യല്ലേ. കുട്ടികൾക്ക് മുതൽ മുതിർന്നവർക്ക് വരെ ഒരുപോലെ ഇത് കഴിക്കാവുന്നതാണ്. ഒരു പ്രാവശ്യം കഴിച്ചാൽ മതി കേട്ടോ, നല്ല മാറ്റം ഉണ്ടാകും. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് 1 ഗ്ലാസ് അളവിലാണ് വെള്ളം ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കുമ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ആണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ വീടുകളിൽ കാണുന്നത് തന്നെയാണ്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് പുതിനയുടെ ഇലയാണ്. അതുപോലെ തന്നെ ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പുതിന ഇല ഇല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് പനിക്കൂർക്ക ഇല ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുത്താൽ മതി. അതാണെങ്കിൽ ഒരു 2 ഇല മാത്രം ചേർത്ത് കൊടുക്കുക, ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഈ ചൂടായ വെള്ളത്തിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുത്തു. അതുപോലെ തന്നെ പുതിനയുടെ ആ ഇല മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്, തണ്ട് ചേർത്ത് കൊടുക്കണ്ട. അപ്പോൾ അതൊക്കെ ചേർത്ത് കൊടുത്ത് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് ആദ്യം പറയാൻ മറന്നുപോയതാണ്, ഒരു ചെറിയ പട്ടയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ പട്ട ഗ്രാമ്പൂ ഒക്കെ വാങ്ങിക്കാൻ കിട്ടത്തില്ല, അതിനകത്തുനിന്ന് ഒരു ചെറിയ കഷ്ണം പട്ട മാത്രം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഞാനിവിടെ 1 ഗ്ലാസ് അളവിൽ വെള്ളം ചേർത്ത് കൊടുത്തത് നന്നായിട്ടൊന്ന് തിളച്ച് ഈ ഇഞ്ചിയുടെയൊക്കെ ആ ഒരു സത്ത് നന്നായിട്ട് ആ വെള്ളത്തിലേക്ക് ഇറങ്ങണം. അപ്പോഴേക്കും നമ്മുടെ ഈ വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കുറയും. അതായത് 1 ഗ്ലാസ്സിന് പകരം ചിലപ്പോൾ 3/4 ഗ്ലാസ്, 1/2 ഗ്ലാസ് ആകുന്നത് വരെ വേണമെങ്കിൽ നമുക്ക് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വന്നപ്പോഴാണ് ഞാനിതിലേക്ക് ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുത്തത്. പിന്നെ ഒരു അല്പം ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. ഇതെല്ലാം നന്നായിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം ഇതിനി അരിച്ചെടുക്കാം. ഇത് 1 ഗ്ലാസ് കുടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ പ്രയോജനപ്പെടുന്നതാണ്. പ്രത്യേകിച്ച് ഈ ഒരു കാലാവസ്ഥ, ഇപ്പോൾ ഈ നവംബർ, ഡിസംബർ, ജനുവരി എന്ന് പറയുമ്പോൾ നല്ലൊരു ചെറിയ തണുപ്പൊക്കെയുള്ള സമയമാണ്. രാവിലെയൊക്കെ എഴുന്നേൽക്കുമ്പോൾ മിക്കവാറും വീടുകളിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഉണ്ടാകുന്നതാണ് ഈ ചുമയൊക്കെ. സ്വിച്ച് ഇട്ടതുപോലെയാണിത്. കഴിച്ചാൽ പിന്നെ നമ്മുടെ ചുമയും ആ ഒരു ജലദോഷമൊക്കെ എവിടെ പോയെന്ന് അറിയത്തില്ല, പെട്ടെന്ന് തന്നെ മാറും. അതുകൊണ്ട് നിങ്ങളാരും മിസ് ചെയ്യല്ലേ. നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും ചുമയോ അതുപോലെ ജലദോഷമോ തുമ്മലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് അവർക്ക് ഉണ്ടാകുന്ന മാറ്റം എന്തായാലും നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് കടയിലൊന്നും പോയി കാശ് കൊടുത്ത് മരുന്നൊന്നും മേടിക്കേണ്ട കാര്യമില്ല. ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ പൊടിക്കൈയൊക്കെ ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഇതുപോലെയുള്ള ചെറിയ അസുഖങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും. ഇത് 1 ഗ്ലാസ് കുടിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല മാറ്റം ഉണ്ടാകും. കുറവില്ലെങ്കിൽ മാത്രം വീണ്ടും ഒരിക്കൽ കൂടി ഉണ്ടാക്കി കഴിച്ചാൽ മതി. ചെറിയൊരു വീഡിയോ ആണെങ്കിൽ പോലും വലിയൊരു റിസൾട്ടാണ് നിങ്ങൾക്ക് ഇതുകൊണ്ട് കിട്ടുന്നത്. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു.